ഇനി നമുക്ക് തമിഴ്നാട്ടിലെ പോസ്റ്റ് ഓഫീസ് ഒന്ന് കണ്ടാലോ. ആക്ച്വലി ഇത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു വീടാണ്, വീട്ടിലാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഒരുങ്ങി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത്തയും കൊണ്ടാണ്. അത്തയെന്ന് വെച്ചാൽ എൻ്റെ മദറിലോ പുള്ളിക്കാരിക്ക്, അതായത് അത്തയ്ക്കെന്ന് മാത്രമല്ല ഈ തമിഴ്നാട്ടിലുള്ള എല്ലാ കുടുംബനാഥകൾക്കും മന്ത്ലി ഗവൺമെൻറ് 1000 രൂപ കൊടുക്കും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് അത് കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് വേണമെങ്കിൽ മന്ത്ലി എടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത മാസം കൂട്ടി വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു പിള്ളയാർ കോവിൽ കണ്ടത്. പിള്ളയാർ കോവിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗണപതി അമ്പലം, പഴയ ഒരു അമ്പലം. എന്താ ഇവിടെ എല്ലാം നിറയെ അമ്പലങ്ങളാണ്, തൊട്ട് അടുത്തടുത്തടുത്ത് നിറയെ അമ്പലങ്ങളുണ്ട്. പിന്നെ ഇതൊരു അത്തയ്ക്ക് അറിയാവുന്നൊരു വീടായിരുന്നു. അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എല്ലാം സാറ് അവിടുത്തെ ഉള്ള വീട്ടുകാരെ എല്ലാവരും അറിയുന്നവരായിരുന്നു, എല്ലാം മന്ത്ലി. അതുകൊണ്ട് തന്നെ അവിടുത്തെ അമ്മ കുറേ നേരം എൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാരി ഉടുക്കാനൊക്കെ പഠിച്ചു. ഞാൻ തമിഴ് പറയുന്നത് കേട്ടിട്ട് അവിടുത്തെ ആ അമ്മയ്ക്കൊരു കൗതുകമായിരുന്നു. കാരണം മലയാളികൾ വന്ന് തമിഴൊക്കെ പഠിച്ച് പെട്ടെന്ന് പഠിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കേരളത്തെക്കുറിച്ച്. പിന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമല്ല. പിന്നെ ഞാൻ മാമൻ്റെ ഫോൺ എടുത്തോണ്ടാ പോയത്, OTP പറയണം, പിന്നെ അത്തയുടെ കൈ പതിപ്പിക്കണം, അപ്പോഴേ കാശ് കൊടുക്കത്തുള്ളൂ. പിന്നെ അവിടുത്തെ വീട്ടുകാരികളൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലും ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ പാവങ്ങൾക്കെല്ലാം ഇങ്ങനെ കൊടുത്താൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ മാസം തോറുള്ള ഈ കാശ് കിട്ടുന്ന പരിപാടി നമ്മുടെ നാട്ടിലും വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക്.